നവീനോടൊപ്പം അവക്ക് ആദ്യ രാത്രി ആഘോഷിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് കരുതി കൊട്ടി ഉണ്ടാക്കിയ സിറ്റുവേഷൻ ആണിത്. സിറ്റുവേഷൻ ആണെങ്കിലേ അങ്ങനെ തന്നെ കരുതിക്കോ. വെറുതെ അല്ലല്ലോ. നവീൻ കൃഷ്ണയെ താലി കെട്ടിയതല്ലേ. ആദ്യ രാത്രി നടക്കേണ്ടതേ അവര് തമ്മിൽ തന്നെയാ. എന്തിനീ പറഞ്ഞേ? മോളെ, അമ്മേ, എന്താ മോളെ? എന്താ നിന്റെ ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നേ? ഞാൻ ആകെ പെട്ടു നിൽക്കാം അമ്മേ. എന്തു പറ്റി? അച്ഛനെവിടെ? അല്ല, ഇത്ര നേരമായിട്ട് നിങ്ങളെന്താ തിരിച്ചെത്താത്തത്? ഞാൻ പറയാം. ഗാഥ അച്ഛൻ്റെ മോളിക്കുട്ടിയുടെ ഒപ്പ ഞാനിവിടെ. ഈശ്വര, ഇതെന്തൊക്കെയായി സംഭവിച്ചത്? ഇവിടുത്തെ ആചാരവും മുറയൊക്കെ അനുസരിച്ച് ഞാനിന്ന് നവീന്റെ മുറിയിലാണ് ഉറങ്ങേണ്ടത്. അമ്മ പോവാൻ നേരത്തെ നിന്നോട് പറഞ്ഞതല്ലേ? എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടു പോരാൻ നോക്ക്. ഞാൻ അതിന് ശ്രമിച്ചോണ്ടിരിക്കുന്ന എന്താന്നറിയില്ല. കളരിക്ക് വീട്ടില് ആചാരങ്ങളൊക്കെ നടക്കുമ്പോ അറിയാതെ ഞാൻ ഇവിടെ വന്ന് പെട്ടുപോവാ. അവകാശിയ നാഗദൈവങ്ങൾ അവിടെ എത്തിക്കുന്നത്, അതിനർത്ഥം അത്രയേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ലല്ലോ. നിന്റെ മനസ്സില് നീ ഇപ്പോഴും നവീനെ ഗാഥയ്ക്ക് വിട്ടുകൊടുത്തിരിക്കല്ലേ? അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? ഗാഥ എന്റെ സഹോദരിയല്ലേ? എനിക്ക് പകരം ഗാഥ ഇവിടെ എത്തിയേ പറ്റൂ. ഞാനും മോളിക്കുട്ടിയും അതിനുള്ള ശ്രമത്തിലാ. അമ്മ പേടിക്കല്ലേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. മോളെ, ആരോടാ മോളെ സംസാരിച്ചത്? മമ്മിയോടാ? ആ അതെ. ചടങ്ങുകളൊക്കെ നന്നായിട്ട് കഴിഞ്ഞു. ഇനി മോള് പോയി കിടന്നുറങ്ങ്. ഞാൻ അമ്മയുടെ കൂടെ കിടന്നോട്ടെ? അതെന്തിനാ? നവീന്റെ മുറിയിൽ തന്നെ പോയി കിടന്നു. എന്നിട്ട് രാവിലെ കണി കാണാൻ മോള് തന്നെ അവനെ കണിയിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരേണ്ടത്. അയ്യോ അല്ലമ്മേ. ചെല്ലു കുട്ടി, അവൻ കാത്തിരിക്കാവൂ. എന്നാ പിന്നെ അമ്മ തന്നെ കൊണ്ടുപോയി ആക്കിത്തരാം. വാ. അമ്മേ, വാ ഇങ്ങോട്ട്. അമ്മേ. ഹലോ മാഡം. മോളിക്കുട്ടി, ഞാനവിടെ നിങ്ങളുടെ മുറിക്ക് പുറത്ത് വന്നായിരുന്നു. ബഹളം ഞാൻ കേട്ടു മാഡം. ഞാൻ വാതിൽ തുറക്കാതിരുന്നത്. പുറത്തെ സംസാരം ഗാഥമോള് കേട്ടോ? ഗാഥ ഇപ്പോഴും നല്ല ഉറക്കോ? മാഡം, ശ്രീനിവാസ് സാറ് പുറത്ത് തന്നെ ഉണ്ടാവും. മാഡം ഇനി ഇങ്ങോട്ടേക്ക് വരുന്നത് അപകടം. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? എന്റെ മോളെ ഇവിടെ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോണോ? നേരം പുലരുന്നതിന് മുമ്പ് കൃഷ്ണ എങ്ങനെയെങ്കിലും വരും. ഇത്രയും നേരം നീ പറഞ്ഞ വാക്കുകൾ മാറി മാറി വിശ്വസിച്ചതാ. എന്നിട്ടിപ്പോ എന്തെങ്കിലും സംഭവിച്ചോ? കൃഷ്ണയ്ക്ക് മാഡത്തെ ചതിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടെയുള്ളത് ഗാഥയാണെന്ന് അവൾക്ക് ശ്രീനിവാസ് സാറിനെ അറിയിക്കാലോ. അവളത് ചെയ്തു. ഇതുവരെ അവൾ അവളുടെ വാക്ക് പാലിക്കും. ഗാഥ തിരിച്ച് കളരിക്കലെത്തും. മാഡം തിരിച്ചു പോയിക്കോളൂ. മോളിക്കുട്ടിയെ വിശ്വസിച്ച് ഞാനിപ്പോ തൽക്കാലം മടങ്ങാം. എന്റെ മോള് സേഫ് ആയിരിക്കണം. അവള് കളരിക്കല് തിരിച്ചെത്തണം. കൃഷ്ണനെ വിശ്വസിക്കുന്നത് പോലെ മാഡത്തിന് എന്നെയും വിശ്വസിക്കാം. ആർക്കും ഒരു പ്രശ്നമില്ലാതെ ഈ കാര്യം പരിഹരിക്കപ്പെട്ടിരിക്കും. മാഡം ധൈര്യമായിട്ടിരിക്കേ. ഓക്കെ.
സിനി നമുക്ക് മടങ്ങാം. മാം, ശ്രീനിവാസിനെ എതിർക്കാനും തോൽപ്പിക്കാനും ഒന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ശ്രീനിവാസ് തന്റെ അച്ഛനാണെന്ന് ഗാഥ ഒരിക്കലും മനസ്സിലാക്കരുത്. അതാ ഇപ്പോ ഉള്ള പ്രതിസന്ധി. അത് മറികടക്കാൻ നമ്മളിപ്പോ ഇവിടുന്ന് പോയേ പറ്റൂ. മോള് പോയി കിടന്നു. അമ്മേ, കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഓർക്കണ്ട കുട്ടി. ഇത്രയും ഭംഗിയായിട്ട് നാഗപൂജയൊക്കെ കഴിഞ്ഞതല്ലേ. ഇനി അവരുടെ അനുഗ്രഹം മുഴുവനും മോൾക്കുണ്ടാവും. നവീൻ, എന്താ അമ്മേ? ഗാഥമോള് നിൽക്കുന്നത് കണ്ടില്ലേ? കൂട്ടിക്കോ. അമ്മ പോട്ടെ മോളെ. വാടോ. എന്തിനാടോ പേടിക്കുന്നേ? വാ. വാ. ഇടി. എന്താ എന്താന്നോ അവിടെ നവീനും കൃഷ്ണയും കൂടി ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചോണ്ടിരിക്കുക. അതിന് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോണം. അവിടെ ഞാൻ കൊല്ലും. എന്റെ നവീന്റെ ബെഡ്റൂമിൽ കയറിയ അവിടെ ഞാൻ കൊല്ലും. വേഗം ചെല്ല്. കൊല്ലാൻ ചെല്ലുമ്പോ കൃഷ്ണ നിന്ന് തരാൻ പോവല്ലേ? ഓ, വെറുതെ സ്വപ്നം കണ്ടിട്ട് ഓരോന്ന് വിളിച്ചു പറയാതെ അവിടെ കിടക്കുന്നുണ്ടോ? എനിക്കറിയാടി, നീയും നിന്റെ കൂട്ടുകാരും കൂടെ കഴുതിക്കുട്ടി ഇതെല്ലാം ചെയ്യുന്നേന്ന്. നവീനോടൊപ്പം അവക്ക് ആദ്യരാത്രി ആഘോഷിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് കരുതിക്കുട്ടി ഉണ്ടാക്കിയ സിറ്റുവേഷൻ ആണിത്. സിറ്റുവേഷൻ ആണെങ്കിലേ അങ്ങനെ തന്നെ കരുതിക്കോ. വെറുതെ അല്ലല്ലോ. നവീൻ കൃഷ്ണയെ താലി കെട്ടിയതല്ലേ. ആദ്യ രാത്രി നടക്കേണ്ടതേ അവര് തമ്മിൽ തന്നെയാ. എന്തിനീ പറഞ്ഞേ? എന്താ തല്ലാത്തത്? തല്ലടി, തല്ലാൻ.